ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മെട്രിക്സിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ്. ഒരു മെട്രിക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും പറയുന്ന അതിൻ്റെ ഒരു സ്കേലാർ വാല്യൂ ആണ് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെ രണ്ട് വെർട്ടിക്കൽ ലൈൻസിൻ്റെ ഇടയിൽ ആ മെട്രിക്സിൻ്റെ നെയിം എഴുതിയിട്ട് ഇങ്ങനെയാണ് ഒരു ഡിറ്റർമിനൻ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓൾസോ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. ഒരിക്കലും നമുക്കൊരു റെക്റ്റാങ്കുലർ മെട്രിക്സിന്, അതായത് റോൻ്റെയും കോളത്തിൻ്റെയും എണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സിന് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളതാകെ 2x2 മെട്രിക്സിൻ്റെയും അതേപോലെ 3x3 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റ് ആണ്. അതെങ്ങനെയാണ് കാണാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സിനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഒരു വേരിയബിൾ വെച്ചിട്ട് കൊടുത്തു ABCD എന്ന് പറഞ്ഞിട്ട് 2x2 മെട്രിക്സ്, അതായത് 2 റോസ് ഉണ്ട് 2 കോളംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ മെയിൻ ഡയഗണൽ എലമെൻസിലെ ഏതൊക്കെയാണ് എയും ഡിയും അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക A × D മൈനസ് നേരെ ഓപ്പോസിറ്റുള്ള മറ്റേ ഡയഗണൽ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക B × C. ഇതാണ് ഒരു ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഏത് 2x2 മെട്രിക്സിൻ്റെ 2x2 മെട്രിക്സിൽ ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. മെയിൻ ഡയഗണലിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക, അതിൽ നിന്ന് ഈ ഡയഗണലിൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? 4 8 2 3 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിലെ മെയിൻ ഡയഗണൽ ഏതാ വരുന്നത്? 4ഉം 3ഉം, ഈ ഒരു ഡയഗണൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക 4 × 3 മൈനസ് ഓപ്പോസിറ്റ് വരുന്ന ഡയഗണൽ ഏതാ? 8 × 2 പ്രൊഡക്റ്റ് എടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. 4 × 3 12 മൈനസ് 16 ഈക്വൽ ടു -14. ഈ -14 എന്ന് പറയുന്നതാണ് ഈ 4 8 2 3 എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, 2x2 വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനമാണ്. ഇനി നമുക്ക് അതേ 3x3യിലേക്ക് പോകാം. 3x3 എന്ന് പറയുമ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ABCDEF GHI ഇങ്ങനെ 9 എലമെൻറ്റ്സ് വരുന്നൊരു മെട്രിക്സ് ആയിരിക്കും എന്ത്? 3x3 മെട്രിക്സ് എന്ന് പറയുന്നത്. 3 റോസ് ഉണ്ടാവും, അതേപോലെ 3 കോളംസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ഡിറ്റർമിനൻ്റ് കാണാം. അതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളോ ഫിക്സഡ് ആക്കി എടുത്തിട്ട് അതിനെ റെസ്പെക്റ്റീവായിട്ടാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പം നമുക്കിവിടെ ഫസ്റ്റത്തെ റോ തന്നെ എടുക്കാം. ഈ ഫസ്റ്റ് റോയിൽ വരുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? A B C ഈ 3 എലമെൻറ്റ്സ്. ഫസ്റ്റ് ഈ A എന്ന് പറയുന്ന ആദ്യത്തെ എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ എലമെൻറ്റ് വരുന്ന കോളം, ആ കോളവും ക്യാൻസൽ ചെയ്താൾ, അതേപോലെ ആ എലമെൻറ്റ് വരുന്ന റോയും ക്യാൻസൽ ചെയ്താൾ. ഇത് രണ്ടും ഒഴിവാക്കുക. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഈ 4 അല്ലേ? EFHI. അപ്പം അത് മാത്രം അവിടെ എടുത്ത് എഴുതുക. ഇതാണ് ഇപ്പോൾ ചെയ്തത്. ഫസ്റ്റത്തെ എലമെൻറ്റ് A എന്ന് പറഞ്ഞ എലമെൻറ്റിനെ എടുത്തു, അത് വരുന്ന കോളവും ക്യാൻസൽ ചെയ്തു, അത് വരുന്ന റോയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി വരുന്നത് ഈ EFHI മാത്രമാണ്. അപ്പോൾ EFHIനെ ഇവിടേക്ക് എടുത്ത് എഴുതി. പിന്നെ അതേപോലെ ഈ നടുക്ക് സൈന് വരേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് ഇട്ടു, അടുത്തതിന് നെഗറ്റീവ് ഇടും, അതിൻ്റെ അടുത്തതിന് പോസിറ്റീവ് ഇടും. അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് സൈന് പോകേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എലമെൻറ്റ് ഏതാ? സെക്കൻഡ് എലമെൻറ്റ് B. ഈ B വെച്ച് പറയുമ്പോൾ എന്ത് ചെയ്യണം? B വരുന്ന കോളവും ക്യാൻസൽ ചെയ്യണം, അതേപോലെ B വരുന്ന റോയും ക്യാൻസൽ ചെയ്യണം. രണ്ടും ക്യാൻസൽ ചെയ്താൽ പിന്നെ ബാക്കി വരുന്ന ആരൊക്കെയാണ്? DFGI. അതൊരു 2x2 മെട്രിക്സ് ആയിട്ട് എഴുതുക. അതേ സെയിം പ്രോസസ്സ് നമ്മൾ തേർഡ് എലമെൻറ്റിൽ ചെയ്യുമ്പോൾ എന്താവും? തേർഡ് എലമെൻറ്റിൻ്റെ കോളവും റോയും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനി ബാക്കി വരുന്നത് ആരാ? DEGH. അത് അതേപോലെ എഴുതുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ സിമ്പിളാണ്. ഒരു 2x2 മെട്രിക്സിൻ്റെ എങ്ങനെയാണ് കാണുക? ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണുക? EI - HF. അതേപോലെ ഇതിൽ DI - GF. അതേപോലെ ഇതിൽ DH - GE. സെയിം സാധനം ഇവിടെ എഴുതുക. അങ്ങനെയാണ് ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 2 4 3 5 1 6 3 8 7 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുന്നത്. ഫസ്റ്റ് റോയിൽ എന്താ? 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ എടുത്ത് എഴുതി, അതിൻ്റെ റോയെ ക്യാൻസൽ ചെയ്തു, കോളവും ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് 1 6 8 7 അത് അതേപോലെ എടുത്ത് എഴുതി. ഇനി നെഗറ്റീവ് ഇടണം, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇനി 4 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോളവും ക്യാൻസൽ ചെയ്തു, റോയും ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്ന ആരാ? 5 6 3 7 അതേപോലെ 5 5 6 3 7 എടുത്ത് എഴുതി.
ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എടുത്ത് എഴുതുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം. എവിടെ ഇപ്പോൾ 5 6 3 7 അത് അതേപോലെ തന്നെ 5 6 3 7 തന്നെ എഴുതണം. നേരത്തെ എഴുതിയപ്പോൾ ജസ്റ്റ് 5 7 3 6 എന്നായി പോയിട്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തു. പിന്നെ 3 വെച്ചിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് 3ൻ്റെ കോളവും 3ൻ്റെ റോയും കട്ട് ചെയ്യുക. 5 1 3 8 അത് 5 1 3 8 അതേപോലെ എഴുതുക. ഇനി 2/2ൻ്റെ അതേ സാധനം ചെയ്യുക. 2 ഇൻറ്റു മെയിൻ ഡയഗണലിൻ്റെ പ്രൊഡക്റ്റ് 1 ഇൻറ്റു 7 7 മൈനസ് 8 ഇൻറ്റു 6 48 മൈനസ് 4 ഇൻറ്റു 7 ഇൻറ്റു 5 35 മൈനസ് 6 ഇൻറ്റു 3 18 പ്ലസ് 3 ഇൻറ്റു 5 ഇൻറ്റു 8 40 മൈനസ് 3 ഇൻറ്റു 1 3. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -39 കിട്ടും. ഇതാണ് ഡിറ്റർമിനൻറ്റിനെ പറ്റി.